നമ്മുടെ ഭരണഘടനയെ വല്ലാതെ വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലായ ഒരു മന്ത്രിയുണ്ട്, മന്ത്രി സജി ചെറിയാൻ. സജി ചെറിയാൻ ഇപ്പോൾ സ്വയം കുഴപ്പത്തിലല്ല, സ്വന്തം സർക്കാരിനെയും പാർട്ടിയും ഒക്കെ ആകെ കുഴപ്പത്തിലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് മന്ത്രിയുടെ ഒരു 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 പ്രതികരണം ഇന്നലെ വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ഇന്നത് എല്ലാ പത്രങ്ങളും സ്വാഭാവികമായും മന്ത്രി വടി കൊടുത്ത് അടി വാങ്ങുന്നതായതുകൊണ്ട്, നാവ് കൊടുത്ത് അടി വാങ്ങുന്നതായതുകൊണ്ട് എല്ലാ പത്രങ്ങളും ആഘോഷത്തോടെ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. മാതൃഭൂമി ഒന്നാം പേജിൽ ആ വാർത്ത നൽകുന്നുണ്ട്. വടി കൊടുത്ത് മന്ത്രി സജി. അത് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്ന കാലത്ത് അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ ചെങ്ങന്നൂരിലായിരുന്നു, സ്വന്തം മണ്ഡലം തന്നെയാണ്, സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം ആശുപത്രിയാണ്, സ്വന്തം സർക്കാരിൻ്റെ ആശുപത്രിയാണ്. അവിടെ ചികിത്സ തേടി. പക്ഷേ അവിടെ കിടന്ന് അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് മന്ത്രി സജി പറഞ്ഞത്. എന്തായാലും സജി സ്വയം രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ കുടുക്കിലാക്കിയത് സർക്കാരിനെയാണെന്ന് ഓർത്തില്ല എന്ന് വേണം കാണാൻ. പക്ഷേ അപ്പോഴും മന്ത്രിയെ രക്ഷിക്കാൻ LDF കൺവീനറും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് TP രാമകൃഷ്ണൻ. അദ്ദേഹം മന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം ആശുപത്രിയിലായത്. അന്ന് അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു, സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് തിരിച്ചടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, TP രാമകൃഷ്ണൻ ചെയ്യുന്നത്. എന്തായാലും സജി ചെറിയാൻ്റെ വിമർശനമല്ല, പ്രതികരണം സ്വാഭാവികമായും സ്വന്തം സർക്കാരിനെയും സ്വന്തം പാർട്ടിയും പ്രതിരോധത്തിലാക്കുമെന്ന് മാത്രമല്ല, ഇനി കൂടുതൽ വിശദീകരണം മന്ത്രി പാർട്ടിക്കൊക്കെ നൽകേണ്ടി വരും എന്നുകൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെന്തായാലും മാതൃഭൂമി ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളെല്ലാം വീക്ഷണം അത് ഒന്നാം പേജിൽ നൽകുന്നു. വീക്ഷണം ഒന്നാം പേജിൽ നൽകുന്നത് വലിയ വിമർശനമായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. സർക്കാരിൻ്റെ തള്ളിപ്പറഞ്ഞ് മന്ത്രി. സ്വാഭാവികമായും വീക്ഷണം അതിനെ ആ രൂപത്തിൽ കാണുന്നുണ്ട്. സർക്കാർ ആശുപത്രികളെ തള്ളി മന്ത്രി സജി ചെറിയാൻ എന്നാണ്. പക്ഷേ വീക്ഷണത്തിന് സർക്കാർ ആശുപത്രികളെ തള്ളി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, കേരളവും അടക്കമുള്ള പത്രങ്ങളും ആ വാർത്ത വലിയ രൂപത്തിൽ ഒന്നാം പേജിൽ നൽകുന്നുണ്ട് എന്ന് വേണം കാണാൻ. നാവ് വീണ്ടും കുടുക്കി എന്നാണ് മന്ത്രി സജി ചെറിയാനെ. അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തിന് തന്നെ പ്രശ്നമായത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. സ്വകാര്യ ആശുപത്രി രക്ഷിച്ചു എന്നും പറയുന്നുണ്ട് കേരള കൗമുദി. എന്തായാലും കൊള്ളാം, മന്ത്രിയുടെ പ്രതികരണം എല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ ആഘോഷമാക്കുന്നുണ്ട്. രണ്ട് തലത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നതായതുകൊണ്ട് സ്വാഭാവികമായും അത് വലിയ രൂപത്തിൽ വാർത്തയായി കഴിഞ്ഞു.